നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് നമ്മുടെ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള ഒരു ഉൽപ്പന്നം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പ്ലാസ്റ്റിക് കസേരകളുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലൊരു കറുത്ത കളറിലുള്ളൊരു സംഭവം കാണും. അതാണ് നമ്മുടെ കസേരയുടെ നിറം നൽകുന്ന സംഭവം. ഇതെല്ലാം ശരിക്കും പ്ലാസ്റ്റിക് തന്നെയാണ്. ആ കളർ ആണ് ഏതാണ് ഈ കസേരയുടെ നിറം തീരുമാനിക്കുന്നത്. അത് ചുവപ്പാണെങ്കിൽ ചുവപ്പ് കസേരയാണ്. മറ്റെവിടെയും കാണാത്ത ഒരുപാട് കളറുകൾ കസേരകൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ. ഇത്തരത്തിലുള്ള ചാക്കിൽ കെട്ടുകണക്കിന് പ്ലാസ്റ്റിക്കുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കുകൾ ശരിക്കും അത് വരുന്നത് നമ്മുടെ പെട്രോളിയം കമ്പനികളിൽ നിന്നാണ്. ജിയോ അല്ലെങ്കിൽ റിലയൻസിൻ്റെ അവിടെ നിന്നാണ് ഇവർ നിലവിൽ ഇത് എടുക്കുന്നത്. ഇതാ ഇവർ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. ആ തൊട്ട് പിന്നിലായിട്ട് ചുവന്ന കളറിൽ കാണുന്ന സംഭവമാണ് അതിൻ്റെ മോൾഡ്. ആ മോൾഡ് അതിൻ്റെ അകത്തായിട്ടുണ്ട്. അപ്പോൾ മോൾഡ് മാറ്റി മാറ്റി വയ്ക്കാൻ പറ്റും കസേരയുടെ വലുപ്പത്തിനും അതിനൊക്കെ അനുസരിച്ച്. പക്ഷേ മോൾഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലതുവശത്ത് മുകളിലായിട്ട് ഇതിനൊരു ചോർപ്പ പോലൊരു സംഭവമുണ്ട്. ഈ ചോർപ്പയിലേക്കാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള ഈ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ഇട്ട് കൊടുക്കുന്ന മെറ്റീരിയൽ ഹൈ ടെമ്പറേച്ചറിൽ അവർ ഉരുക്കി ഏതാണ്ട് പാലിൻ്റെ രൂപത്തിലാക്കും. ഈ പാലിൻ്റെ രൂപത്തിലാക്കുന്ന ലിക്വിഡാണ് പിന്നീട് ഈ അച്ചിലേക്ക് ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഈക്വലായിട്ട് ചെല്ലും. എന്നിട്ട് ഈ കസേര പോലുള്ള സംഭവങ്ങളൊക്കെ ചാടി വരുമ്പോൾ അതിൻ്റെ പിന്നിലും ഇത് ഈ പമ്പ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ ഇങ്ങനെ ഒരു ചെറിയ പീസ് നീണ്ടു നിൽപ്പുണ്ടാവും, അത് കാണും. അതിനുശേഷം ഈ ചേച്ചിമാർ ഇത് ചെയ്യുന്നുണ്ട്. ഒരു കയ്യോറയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു കസേര ഉണ്ടായി വരാനായിട്ട് ഏതാണ്ട് 1 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ശക്തി കൂടിയ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഈ കസേര പെട്ടെന്ന് തണുക്കും. ഇങ്ങനെ വരുന്ന കസേരകളിൽ ഈ മുറിച്ച് നിൽക്കുന്ന ഭാഗങ്ങൾ ചെറിയ ചെറിയ പീസുകൾ കാണും. അതെല്ലാം അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റും. അത് 2 പേര് കാണും അതിനായിട്ട്. അത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കറൊക്കെ പതിച്ചിട്ട് അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറും. ഈ സമയത്ത് ഈ കസേര നമുക്ക് വളയ്ക്കാനോ പിടിക്കാനോ ഒക്കെ പറ്റും കേട്ടോ. അതേപോലെ തന്നെ അത് തിരിച്ചും വരും. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വെയിറ്റ് കുറവുള്ള കസേരകളാണ് കേട്ടോ ഇത്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല സാധനങ്ങളാണ്. പിന്നെ ഈ പിന്നിൽ കാണുന്ന മെഷീനുകളൊക്കെ ഓരോ എണ്ണത്തിനും 50 ലക്ഷവും 1 കോടി രൂപയൊക്കെ വില വരുന്നതാണ്. ഇത്തരത്തിൽ നിരവധി മെഷീനുകൾ ഇവിടെ ഉണ്ട്. ഈ അച്ചുകൾ മാറ്റി വയ്ക്കാൻ തന്നെ ഇതിന് വലിയ പ്രയത്നമുള്ളൊരു പണിയാണ്. ഇവിടെ കൂടുതലായിട്ടും കസേരകളാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾ ആദ്യം കാണിച്ച പോലെ പാലിൻ്റെ ബോക്സുകൾ, അതുപോലെ തന്നെ മീൻ പെട്ടികൾ, പിന്നെ പെയിൻറ്റ് ബക്കറ്റുകൾ വലിയ തോതിലുണ്ടാക്കുന്നുണ്ട്. പെയിൻറ്റ് ബക്കറ്റിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലും മെഷീനാണ് കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പരിപാടി ചെയ്യുന്നത്. എറണാകുളത്തെ രാജഗിരി ആശുപത്രിക്ക് അടുത്താണ് കേട്ടോ ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് പോയി കണ്ടു. ചെറിയൊരു വീഡിയോ ഒരു അനുവാദത്തോടു കൂടി പകർത്തി ആ കസേര അവസാനമായിട്ട് ഉണ്ടായി വരുന്ന ചാടുന്നൊരു വീഡിയോ കൂടെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇതാ കസേര ചാടി കഴിഞ്ഞു. ഇത് ഇനി ഇവരത് ഒരു ചെറിയൊരു കമ്പ് പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വലിച്ചെടുക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.